ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒരുമിച്ചുള്ള ഫോട്ടോ നവമാധ്യമങ്ങളിൽ പങ്കുവച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത എൻ സുബ്രഹ്മണ്യനെതിരായ കേസ് രാഷ്ട്രീയ പകപോക്കലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എന്തുകൊണ്ടാണ് സമാന ഫോട്ടോ പങ്കുവച്ച ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിനെതിരെ കേസെടുക്കാത്തതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ആരും സംസാരിക്കരുതെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് മാത്രമേ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുള്ളൂ. കനകംപള്ളിയെ കണ്ടത് ഓർമ്മയില്ലേ? രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കാത്തത് ബി.ജെ.പിയുമായുള്ള ധാരണയുടെ ഭാഗമാണെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ചുവെന്ന പരാതിയിലാണ് കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതി അംഗവും കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന നേതാവുമായ എൻ സുബ്രഹ്മണ്യനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നിന്നാണ് ചോവായൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തിയെന്ന വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും സുബ്രഹ്മണ്യന്റെ അറസ്റ്റിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാണെന്നും പോലീസിന്റേത് ഇരട്ടത്താപ്പാണെന്നുമാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ സുബ്രഹ്മണ്യൻ കൊലപാതക കേസിലെ പ്രതിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. കടകംപള്ളിയും പോറ്റിയുമായുള്ള പുതിയ ചിത്രത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനം ഭരിക്കുന്നതും ദേവസ്വം ഭരിക്കുന്നതും CPM ആണല്ലോ എന്നാണ് സോണിയാഗാന്ധി പോറ്റി കൂടിക്കാഴ്ചയിൽ കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ നവമാധ്യമങ്ങളിൽ പങ്കുവച്ച കേസിലാണ് എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അഗാധ ബന്ധമുണ്ടെന്ന സൂചന നൽകുന്ന അടിക്കുറിപ്പോടെയായിരുന്നു സുബ്രഹ്മണ്യൻ ചിത്രം പങ്കുവച്ചത്. പിണറായിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രയും അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്നായിരുന്നു ചിത്രത്തിന് നൽകിയ തലക്കെട്ട്. കെ.പി.സി.സി. രാഷ്ട്രീയകാര്യ സമിതി അംഗവും കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന നേതാവുമാണ് എൻ സുബ്രഹ്മണ്യൻ. എന്നാൽ പ്രചരിപ്പിച്ച ചിത്രങ്ങളിൽ ഒന്ന് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പിന്നീട് വ്യക്തമായി. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും ചിത്രങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും പുറത്തുവരണമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പിന്നാലെയാണ് സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി.